ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിരിക്കുക കേട്ടോ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഹോൾസെയിൽ ഓർഡർ കിട്ടിയ ഗൈസ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും സ്റ്റിച്ചിങ്ങും ഇതെന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ സ്മോൾ സൈസിൽ മെറ്റീരിയൽ ഞാൻ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് 3 പ്രിൻറ്റിലാണ് അവരെനിക്ക് ഓർഡർ തന്നത്. അപ്പോൾ ഒരു പ്രിൻറ്റിൽ 18 ടോപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബ്ലൂ പ്രിൻറ്റിലുള്ള എക്സ്ട്രാ സ്മോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എക്സ്ട്രാ സ്മോൾ തന്നെ 3 ടോപ്പ് വേണം ചെയ്യാൻ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യപ്പോൾ ഓരോ സൈസും ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതി, ഫസ്റ്റ് ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഫ്രില്ലിന് വേണ്ടി ടെൻഷൻ 5 സ്റ്റിച്ച് ചെയ്യും. പിന്നെ സ്ലീവിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങ് പോവാട്ടോ. കസ്റ്റമറിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കേട്ടോ. ജസ്റ്റ് സാമ്പിൾ ഓരോന്ന് വെച്ച് രണ്ടിൻ്റെയും കാണിക്കുക. അപ്പം ഞാൻ സ്മോള്, എക്സ്ട്രാ ലാർജ്, മീഡിയം അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുക സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റ് ഇതിന് വേണ്ടി. നെക്കും ആം ഹോളും കൂടെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് പെർഫെക്റ്റായിട്ട് വെച്ചേക്കും. ഇനി എല്ലാം സ്റ്റിച്ച് ചെയ്യണം. എല്ലാ സൈസും ഉണ്ട്. ബാക്കി 2 ഇത് മുഴുവൻ ഞാൻ ഈ കവറിലെടുത്ത് വെച്ചേക്കുക. എല്ലാം സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. എല്ലാ സൈസും ഈ 2 ഡിസൈനാണ് ചെയ്ത് കഴിഞ്ഞത്. ഇതിന് കുറച്ചും കൂടെ തീരാനുണ്ട്. ബാക്കി ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് ആകാനുണ്ട്. ഞാനിപ്പോൾ മറ്റേ ഹോൾസെയിൽ ഓർഡറില്ലേ, അതിൻ്റെ 2 കഴിഞ്ഞു. ഉണ്ട് മുറിച്ചിട്ടെ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ല. വൈറ്റ് ഓൾമോസ്റ്റ് ഇത് തീർന്നുകൊണ്ടാട്ടോ ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞത്. ഇനി 3 കൂടെ ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം റെഡിയാണ്. ഇതേപോലത്തെ 18 ഉണ്ട്. ഇപ്പം ഞാൻ എക്സ്ട്രാ സ്മോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുവാൻ ഇനി ഇതേപോലത്തെ ഇതിപ്പോൾ 3 കഴിഞ്ഞ് ഇനി ഇതേപോലത്തെ അടുത്ത സൈസ് എടുത്ത് ചെയ്യട്ടെ. ഈ കിട്ടിനകത്ത് 3 ഉണ്ട് കേട്ടോ. ഇതതിന് അടുത്ത് ചെയ്യാൻ പറ്റും. കുറച്ച് 199 കളക്ഷൻസ് ചെയ്യാനുണ്ട്. കുറേ നാളായി ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മെറ്റീരിയൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാം. 2 കഴിഞ്ഞു. ഇതൊരു ഷോർട്ട് കുർത്തി, ഇതൊരു ക്രോപ്പ് ടോപ്പ്. ബാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഷോർട്ട് കുർത്തി അതിനകത്തല്ലേ.
അതാടി കഴിവുള്ളവരാ. അപ്പം ഞാൻ ഹോൾസെയിൽ ഓർഡറിൻ്റെ ഇത്രയും ഇനി പാക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ബാക്കി 3 കെട്ടും കൂടെ ഈ 3 കെട്ടും കൂടെ ഓവർലോക്ക് ചെയ്യാനുണ്ട്. ബാക്കി ഇട്ടേക്കും. ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കാനും കുറേയും കൂടെ ഉണ്ടാക്കാനുണ്ട്. ഇത്ര ആയിട്ടുണ്ട്. സ്ക്രഞ്ചീസ് ഒക്കെയുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് കട്ട് പീസാണ്. മിച്ചം വന്ന മെറ്റീരിയലെല്ലാം കൂടെ ഒരു കവറിലാക്കി വെക്കും. ഇത് അവർക്ക് തന്നെ കൊടുക്കാനുള്ളവർ ഇത് വെച്ച് റിങ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചേക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. 11:15 ആയതുകൊണ്ട് ഞാൻ കിടക്കാൻ പോവാം. 2 ദിവസം ലേറ്റായിട്ടാണ് കിടന്നത്. നാളെ ഒരുപാട് പരിപാടികളുണ്ട്. അതിന് മുമ്പ് എനിക്ക് ടു ഡു ലിസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാനുണ്ട്. പിന്നെ നാളത്തേക്കുള്ളത് എന്നൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ കുളിച്ചിട്ട് കിടക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റ് കുളിക്കും. നാളെ രാവിലെ എണീക്കുന്നത് ഇപ്പോൾ കുളിച്ചിട്ട് കിടക്കുമായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ ഡയറിയൊക്കെ എടുത്തു. ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് ടിക്ക് ചെയ്തു. നാളത്തേക്കുള്ള കാര്യവും എഴുതി വെക്കും കേട്ടോ. ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അവിടെ കൂട്ടിയിട്ടേക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. എല്ലാം ഞാൻ ഓവർലോക്കൊക്കെ ചെയ്തു കേട്ടോ. അപ്പം പാക്കിങ്ങിനുള്ള സാധനങ്ങൾ എടുക്കണേ. ഇതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ കേട്ടോ. അതെ, ബിയു എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റഗ്രാം ID. ക്ലിയറല്ല. നല്ല ക്ലിപ്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതിലേതാ ഇഷ്ടമായി? ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് വന്നത്. അപ്പോൾ എനിക്ക് ആകാംക്ഷ. ഞാൻ പൊട്ടിച്ച് നോക്കി. എൻ്റെ പാക്കിങ് കേട്ടോ.
ഞാൻ പാക്കിങ് തന്നെ തുടരട്ടെ. ഇങ്ങനെ വെച്ചാലോ നല്ല ക്യൂട്ടായിട്ടുള്ള ലൈക്ക് ബ്ലാക്ക് ഷീപ്പ്. ഞാനിപ്പോൾ മൂന്ന് സൈസ് ഇതുവരെ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഒരു കളറിൽ. ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട്, എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല. പാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതേപോലെ ഒരു കവറിലിട്ടാൽ പോരെയും, പക്ഷെ അങ്ങനെയല്ല. അവസാനം നമ്മളെല്ലാം നോക്കണം, ഒരു ഡോട്ട് പോലും ഉണ്ടോ എന്ന് നോക്കണം. നോക്കുമ്പോൾ അതേ മടക്കി ഇതിനകത്ത് കുത്തിക്കയറ്റിയാൽ പോരേന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. സോ ഞാനിപ്പോൾ ഒരു 9 തന്നെ ആയിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട്, എന്നെക്കൊണ്ട് പറ്റും. ഞാൻ കുറച്ചുകൂടെ കാണിക്കും. നമ്മളിങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇടത്തോട്ട് വെക്കുക, ഇതിങ്ങനെ വെക്കുക. ദിസ് ഈസ് മടക്കൽ. ആൻഡ് ടേക്ക് എ കവർ. ഒരെണ്ണത്തിന് 450. പിന്നെ ഇത് ഹോൾസെയിൽ ഓർഡർ ആകുമ്പോൾ നമ്മളതനുസരിച്ച് കുറച്ച് തരും കേട്ടോ, ബൾക്കാവുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ, അല്ലാതെ സിംഗിളായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എൻ്റെ പേജ് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. പാക്കിങ്ങിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറിന് 2 രൂപ, ബൾക്കായിട്ട് 200 ചില്ലാനും രൂപയ്ക്ക് മേടിക്കും. 2-3 രൂപ, 2.5 രൂപ അങ്ങനെയാണ്. പിന്നെ മറ്റേ കൊറിയർ കവറിന് ഒരു പീസിന് 10 രൂപ. എനിക്കിങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടൊക്കെ പാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്താ അറിയത്തില്ല. അങ്ങനെ എന്താ അറിയാം, ഒരുപാട് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അറിയില്ല. സോ ലാഗ് അടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടാതിരിക്കും. എനിക്കറിയില്ല. ഇപ്പം ലാർജ് ആയതുകൊണ്ട് ഞാൻ ഇത് ലാർജ് ആയതുകൊണ്ട് എല്ലാം നമ്മൾ കവറിൽ എഴുതി വെക്കാം കേട്ടോ. ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അവരെ കാണിക്കാനുണ്ട്. നമ്മളിങ്ങനെ ഹോൾസെയിൽ ഓർഡർ ആകുമ്പോൾ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയായി ഡ്രസ്സ് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഒരു റീൽ എടുക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ കളർ ഇട്ടിച്ച് ഇത് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏത് സൈസാണ് നോക്കട്ടെ. ഇത് M സൈസാണ്. ഞാൻ ബ്ലൂ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിച്ചായിരുന്നു. ബ്ലാക്ക് പോലെ തന്നെ സെയിം ബ്ലൂ, ഇതേപോലെ തന്നെ ആണ് ഇത്. എല്ലാം കാണിച്ചു. ഇതേത് സൈസ്? സ്മോൾ. ബ്ലാക്ക് ഞാൻ കാണിച്ചല്ലേ, ഇങ്ങോട്ട് കാണിക്കാം. ഇതാണ് ബ്ലാക്ക്. ഇതിലേതാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായ? ബ്ലൂ ആണോ, എല്ലാം ഒരേ പാറ്റേൺ, അതോ യെല്ലോ ആണോ? ഇച്ചിരി ഡാർക്കർ ആട്ടോ ഷെയ്ഡ്, ക്യാമറയിൽ ഇങ്ങനെ കാണാത്ത. അപ്പോൾ ഇതാ പറഞ്ഞപ്പോ കോബിന് പേടിച്ചു നിന്റെ പൊന്നു സാറി. ഇത് പൊട്ടിക്കാത്താണോ എനിക്ക്? അയ്യോ എന്റെ മൂർച്ച
ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാൻ ഡ്രസ്സ് തിരിച്ചിട്ടേക്കുന്നത് ഷൂട്ടിന് വേണ്ടിയിട്ടാട്ടോ, സ്റ്റൈലായിട്ട്. ഗായ്സ്, ഫൈനലി ഓർഡർ കംപ്ലീറ്റ്, എന്താ പറയുക, പാക്ക് ചെയ്തു. എന്നെ അന്നയെ സഹായിച്ചു കേട്ടോ. അവളാണ് ഇങ്ങനെ വൃത്തിയാക്കി തന്നത്. ഞാൻ കുളമാക്കി. നിങ്ങൾ ഫസ്റ്റത്തെ പാക്കിങ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന്. 54 ടോപ്പ് ഫസ്റ്റാണ് ഇത്രയും ബൾക്ക് ഓർഡർ കേട്ടോ. സ്പഞ്ചീസിന് ഇത്രയും ഉണ്ടാക്കിയുള്ളൂ, ബാക്കി ചിലപ്പോൾ ഉണ്ടാക്കുള്ളൂ. ഞാൻ വൃത്തിയാണ് ഞങ്ങൾ സെൽഫി എടുത്ത് തീർപ്പിച്ച്. ദിസ് ഈസ് കാഞ്ചീസ് ആൻഡ് ഇങ്ങനെ വൃത്തിക്ക് പാക്ക് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് കവറിൽ സൈസ് കണ്ടോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും. ഈ ഒരു ഓർഡർ കിട്ടിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ കൊറിയർ ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്തു. ഇതാണ് ഔട്ട്ഫിറ്റ്. പിന്നെ കൊറിയർ സെൻറ്ററിൽ നേരെ പോയി കൊറിയറൊക്കെ കൊടുത്തു. അവർ പാക്കൊക്കെ ചെയ്തു തരാം കേട്ടോ. അതിൻ്റെ പൊക്കത്ത് ഞാൻ കൊറിയർ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.